നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊലപാതക പരമ്പര തുടരുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ട ഇടുക്കി നെടുങ്കണ്ടത്തെ കൊലപാതകം, നെയ്യാറ്റിൻകരയിലെ കൊലപാതകം, അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് വീണ്ടും മറ്റൊരു കൊലപാതകം ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം അമ്പൂരിയിൽ കുടുംബ വഴക്കിനിടെ മകൻ അച്ഛനെ അടിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പ്രാഥമികമായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്. അമ്പൂരി കുരുവിക്കോണ സ്വദേശി തോമസ് എബ്രഹാം ആണ് കൊല്ലപ്പെട്ടത്. 62 വയസ്സുകാരനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ഷൈനുവിനെ വെള്ളട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് നടുക്കിയ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് അവിടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരം ഇപ്രകാരമാണ്. ഷൈനുവിൻ്റെ വിവാഹ വാർഷിക ആഘോഷങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ തർക്കം, ആ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് ശേഷം ഷൈനുവും ഭാര്യയും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു വഴക്കുണ്ടാകുന്നു. ഇത് തടയാൻ ശ്രമിക്കുകയായിരുന്നു അമ്മാവൻ. ആ അമ്മാവൻ വർഗീസിനെ ഷൈനു കത്തി കൊണ്ട് കുത്തേറ്റ അമ്മാവൻ ഇപ്പോൾ ചികിത്സയിലാണ്. ആക്രമണം തടയാൻ എത്തിയതായിരുന്നു ഷൈനുവിൻ്റെ പിതാവ് തോമസ് എബ്രഹാം. അദ്ദേഹത്തിനെ ഷൈനു കസേര കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി. സ്വന്തം പിതാവിനെ അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പിതാവിനെ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഘർഷത്തിൽ പരിക്കേറ്റ അമ്മാവൻ വർഗീസ് നിലവിൽ ചികിത്സയിലാണ്. തോമസ് എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതി ഷൈനുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം പിതാവിനെയാണ്. രക്തബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. ഒരുപാട് കൊലപാതകങ്ങൾ ഇപ്പോൾ അടിക്കടി ഉയരുന്നുണ്ട്, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നു. സ്വന്തം ബന്ധങ്ങളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കൊലപ്പെടുത്തുന്നത്, കുത്തി കൊലപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. എന്തായാലും ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന വഴക്ക് അത് വലിയൊരു കൊലപാതകത്തിലേക്ക് അവസാനിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ കേൾക്കുന്ന നമുക്കും ഉണ്ടാകും ഒരു ആശങ്ക, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പോലെ ഒരു വീടുകളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. എന്തായാലും പേടിക്കാനുള്ള ഒരു നിയമം ഈ നാട്ടിലില്ല എന്നൊരു പതിവ് പല്ലവി, അതായത് സ്ഥിരം പല്ലവി ഇപ്പോഴും ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ. മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു കൊലപാതകവും കൂടി ഉണ്ടായിരിക്കുന്നു. ഫാത്തിമയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഭർത്താവ്. വളരെ മൃഗീയമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് നോക്കാം. ഭർത്താവ് മുഹമ്മദ് കടപ്പുറത്ത് വെച്ച് ഫാത്തിമയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 2:00 ഈ സംഭവം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 11:00 ഇരുവരും ബീച്ചിലെത്തുന്നു. ബീച്ചിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നു. ശേഷം ഫാത്തിമയുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. തുടർന്ന് ഷോൾ കഴുത്തിലിട്ട് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ചെന്നുറപ്പായതോടെ സമീപത്ത് കിടന്നിരുന്ന പായയിൽ മൃതദേഹം പൊതിഞ്ഞു. നായ്ക്കൾ കടിച്ചു വലിക്കാതിരിക്കാൻ തലയുടെ ഭാഗം മണലിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. സംഭവത്തിന് ശേഷം മുഹമ്മദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മത്സ്യത്തൊഴിലാളിയായ മുഹമ്മദ് 2 വർഷം മുൻപാണ് ഫാത്തിമയെ വിവാഹം കഴിച്ചത്. ഫാത്തിമയ്ക്ക് മറ്റാളുകളുമായി ബന്ധമുണ്ടെന്ന മുഹമ്മദിന്റെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയല്ല ഫാത്തിമയുമായി ബീച്ചിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും രാത്രിയേറെ സമയം ബീച്ചിലുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. മാത്രമല്ല സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. മറ്റൊരു മൃഗീയമായ കൊലപാതകം നമ്മൾ കണ്ടത് ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകം. അത് വളരെ ക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതുകൂടി നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇടുക്കി നെടുങ്കണ്ടം കൊലപാതകം, ഇരട്ട കൊലപാതകം. അമ്മയും മൂത്ത സഹോദരനെയും കൊലപ്പെടുത്തിയ സജി റിമാൻഡിലായിരിക്കുകയാണ്. അതായത് അമ്മയുടെ ഇളയ മകനാണ് സജി. ആ മകൻ്റെ കൈകൊണ്ട് അമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ ഭയാനകമായ ഒരു വാർത്തയായിരുന്നു. 43 വയസ്സുകാരനാണ് സജി. ഇയാൾ റിമാൻഡിലായി. തോട്ടുവാക്കട പൊന്നിട്ട സ്വദേശികളായ മേരി, മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരെ കൊന്ന ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടുവെന്നാണ് കേസ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ പ്രതി ചെയ്തു കൂട്ടിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയാണ് കൊലപാതകങ്ങൾ നടത്തിയത്. അതിനുശേഷം രാത്രി 7:30 ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയപ്പോൾ സഹോദരൻ റെജിക്ക് ചോറും ഇറച്ചിക്കറിയും വിളമ്പി. ഇതിനിടെ റെജി ആഹാരം മുഖത്തേക്ക് തട്ടിത്തെറിപ്പിച്ചു. ഇതിൽ പ്രകോപിതനായി റെജിയെ ആക്രമിക്കുകയായിരുന്നു താനെന്നാണ് സജി പറഞ്ഞത്. കൈകൊണ്ടടിച്ചു, ഷൂസ് കൊണ്ട് കഴുത്തിൽ ചവിട്ടി ഞെരിച്ചു. ഇതിനിടെ തടസ്സം പിടിക്കാനെത്തിയ അമ്മ മേരിയെ മർദ്ദിച്ചു, പിടിച്ചു തള്ളി. തറയിൽ തലയിടിച്ചു വീണ മേരി മരിച്ചു. അടിയേറ്റ് നിലത്ത് കിടക്കുകയായിരുന്ന റെജി ഞരങ്ങുന്ന ശബ്ദം കേട്ട് തോർത്തുകൊണ്ട് റെജിയുടെ കഴുത്തിൽ കെട്ടി മുറുക്കി. രാത്രി ഹാളിലെ കട്ടിലിനടിയിൽ
മൃതദേഹങ്ങൾ വെച്ചു. ഒരു ദിവസം രാത്രി 2 മൃതദേഹങ്ങൾക്ക് ഇയാൾ കാവലിരുന്നു. വളരെ പൈശാചികമായ സംഭവങ്ങളാണ് ആ മുറിയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ ആ മൃതദേഹങ്ങൾക്ക് കാവലിരുന്ന ശേഷം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇയാൾ ഈ മൃതദേഹങ്ങൾ തണൽ വലയിൽ മൂടി അതിനുശേഷം വീടിന് പിന്നിലെ ചായ്പിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് യാതൊരു കൂസലുമില്ലാതെ സജ്ജി വിവരിക്കുകയാണ് പോലീസിനോട്. കയ്യിലെ പരിക്ക് ചികിത്സിക്കാൻ നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധമുയർന്നു തുടങ്ങി. ഇതോടെയാണ് വീടിനോട് ചേർന്ന പട്ടിക്കൂടിന് സമീപം നട്ടിരുന്ന ഏലച്ചെടി മാറ്റി അവിടെ 1.5 അടി താഴ്ചയുള്ള കുഴിയെടുത്ത് ഈ 2 മൃതദേഹങ്ങളും അതിലേക്ക് മറവ് ചെയ്തത്. രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് തെളിവുകളാണ്. അത് ഈ പ്രതി കത്തിച്ചു. പിന്നീട് പതിവ് പോലെ ജോലിക്ക് പോയി എന്നതും എത്രമാത്രം 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ പതിവ് പോലെ ജീവിതം തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. ഈ മാസം 4-ാം തീയതി സംഭവിച്ചതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്? ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇത്രയും ദിവസം ഈ കൊടും ക്രൂരത അല്ലെങ്കിൽ കൊലപാതകം ഇയാൾക്ക് മറച്ചു വയ്ക്കാനായി, സാധാരണ ജീവിതം നയിക്കാനായി നാട്ടുകാർക്ക് തോന്നിയ സംശയം, അതായത് സഹോദരനും അമ്മയും എവിടെയെന്ന ചോദ്യത്തിന് ഇയാൾ പല പല ഉത്തരങ്ങളാണ് നാട്ടുകാർക്ക് നൽകിയിരുന്നത്. പിന്നാലെ നാട്ടുകാർക്ക് സംശയം തോന്നുന്നു. കൂടാതെ ഇവരുടെ സഹോദരി പരാതി നൽകുന്നു പോലീസിന്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്താൻ, അല്ലെങ്കിൽ 2 കൊലപാതകങ്ങൾ പ്രതി ചെയ്തുവെന്ന് കണ്ടെത്താനായത്. നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ പ്രതി സജി പിടിയിലായി. നമുക്കറിയാം, കീഴടങ്ങലായിരുന്നു. സജിയുടെ വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതായത് കാണാനില്ല എന്ന പരാതി കിട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കാൻ പോലീസ് സജിയുടെ വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. വീടിന് പുറകിലുള്ള മലഞ്ചെരുവിലേക്കാണ് ഇയാൾ ഓടിക്കയറിയത്. ഉച്ചയോടെ അവിടെ നിന്ന് താഴേക്കിറങ്ങി തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ മഫ്തിയിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയായിരുന്നു. മാത്രമല്ല, അവിടെയുള്ളൊരു കടയിലെത്തി ഇയാൾ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്തു. പോലീസിനെ കണ്ട് ഇയാൾ ഓടിപ്പോയതുകൊണ്ട് തന്നെ പലവിധ സംശയങ്ങളും ഉടലെടുത്തതാണ്. പ്രതിക്കായി രാവിലെ മുതൽ പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. 2 ദിവസമായി പ്രതി ആ മലഞ്ചെരുവിൽ തന്നെ ഇരുന്നു. വിശന്നിട്ടാകാം അയാൾ താഴേക്ക് ഇറങ്ങിയത്. എന്തായാലും അപ്പോഴാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വീടിന് സമീപത്തുള്ള കടയിലെത്തിയ പ്രതി തനിക്ക് തെറ്റുപറ്റിപ്പോയി കീഴടങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നു. അമ്മയുടെയും മൂത്ത മകൻ്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു. വളരെ ക്രൂരമായ പൈശാചികമായ ഒരു കൊലപാതകമാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പരിശോധന ഇയാളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പരിശോധന നടത്തുമ്പോൾ പോലും ഇയാൾ 2 തവണ സജിയെ കണ്ടതായി പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനായിരുന്നു സജി. മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിരിക്കാമെന്നാണ് നിഗമനങ്ങൾ. എന്തായാലും പ്രതിയെ പിടികൂടാനായിരുന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, പിടികൂടിയ സമയത്ത് പ്രതി പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ്. എന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട്.